ലോ ക്വാളിറ്റി ഇമേജ് നമുക്ക് ഹൈ ക്വാളിറ്റിയിലോട്ട് മാറ്റാൻ വേണ്ടി നോക്കാം. ഇതാണ് നമ്മുടെ ലോ ക്വാളിറ്റി ഇമേജ്. ഇപ്പോൾ ഈ ക്വാളിറ്റി ഇത് നമുക്കൊരു 4K അങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റും. അത് നമ്മുടെ അപ്സ്കെയിൽ എന്ന് പറഞ്ഞൊരു AI സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ഇമേജ് അപ്സ്കെയിലറാണ്. ഇതാണ് ആ സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മളിത് അതിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവരുടെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. എങ്ങനെയാണ് ആ സംഭവം നടക്കുന്നത്, എങ്ങനെയാണ് ആ സംഭവത്തിൻ്റെ പരിപാടികൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ചില പടങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതാണ് ലോ ടു ഹൈ, എങ്ങനെയാണ് സംഭവം ബിഫോർ ആഫ്റ്റർ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ലിനക്സ് ഉണ്ട്, മാക്കിലുണ്ട്, വിൻഡോസിൽ എടുക്കാൻ പറ്റും. ഇത് മൂന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. ഞാനിപ്പോൾ എടുക്കുന്നത് വിൻഡോസാണ്. പിന്നെ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചോണ്ട് തന്നെ ഇപ്പം ഞാൻ അത് എടുക്കുന്നില്ല. മറ്റേ വിൻഡോസ് എന്ന് അടിച്ചാൽ മതി. അത് കഴിയുമ്പോൾ നമുക്കൊരു നമ്മുടെ എക്സ്ട്രാക്ഷൻ ഫയൽ കിട്ടും. നമുക്ക് സാധാരണ നമ്മൾ സോഫ്റ്റ്വെയർസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാക്ഷൻ ഫയൽ. അപ്പോൾ നമ്മൾ അതെടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ ലൊക്കേഷൻ കൊടുക്കുക, ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കും. നമ്മൾ സാധാരണ സോഫ്റ്റ്വെയർ ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ സെയിം തന്നെ. എന്നിട്ട് ഇൻസ്റ്റാൾ നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. അപ്പം അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്കിത് അപ്സ്കെയിൽ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ നമ്മളത് എടുക്കുക. ഇതിലോട്ട് നേരെ ആ ഇമേജ് എടുത്ത് ഡ്രാഗ് ചെയ്തിടാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ സെലക്ട് ഇമേജ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. നമുക്കിത് ഇതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ ലോ ഇമേജ് കിടക്കുന്നത്. ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഫയൽ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ഫയൽ കൊടുത്ത് എവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മളത് എടുത്ത് കൊടുക്കാവുന്നതാണ്. ഇത് അത് ജനറൽ ഫോട്ടോ അതിൻ്റെ സംഭവം. പിന്നെ ഇതാണ് നമ്മുടെ ഫയൽ സൈസ് എത്ര കൂട്ടണം, എത്ര ശതമാനം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആവണം, എങ്ങനെയാണ് ഇതിവിടെ കാണിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ഇമേജ് എടുത്ത് ഇവിടെ അത് ഒരു മിനിറ്റ്, ഇമേജ് എടുത്ത് അതെ, നമ്മൾ ഇമേജ് ഇട്ട് കഴിയുമ്പം ഇത് കണ്ടോ താഴെ അവിടെ ഇത് കൂട്ടിക്കഴിയുന്നു. ഡബിൾ കൊടുത്താൽ അത് അത്രയും കൂടും. ഇപ്പം നമ്മൾ എത്ര കൂട്ടിരിക്കുന്നു അതിൻ്റെ അത്ര ഡബിൾ ഇരട്ടി. അത് നമ്മൾ എത്ര വേണ്ടല്ലോ. അപ്പം ഇത്ര നമുക്ക് പറ്റി. ഇതാണ് നമ്മുടെ സൈസ് എല്ലാം കാണിക്കുന്നത്. എന്നിട്ട് നേരെ അപ്സ്കെയിൽ കൊടുക്കുക. അപ്പോൾ അപ്സ്കെയിൽ കൊടുക്കുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഇതാണ്ടേ കിടക്കുന്നു കണ്ടോ. ആ ലോ ക്വാളിറ്റി ഇമേജാണ് ഇപ്പുറത്തേക്ക് കാണുന്ന ഹൈ ക്വാളിറ്റി ഇമേജ്. ഇത് നമുക്ക് ഏത് പടം വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ചില പടങ്ങൾ ഇത് വർക്കൗട്ട് ആകത്തില്ല. എന്ന് വെച്ചാൽ കൂടുതൽ അങ്ങ് ഭയങ്കരമായിട്ട് പിക്സലൈസ്ഡ് ആയിട്ടുള്ള ഇമേജുകളൊന്നും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു കുറേ ഇങ്ങനെ കാർട്ടൂണൈസ്ഡ് ടൈപ്പായി പോകും. അപ്പോൾ അതിനെക്കാളും നല്ല നമുക്ക് കുറച്ച് ബ്ലറൊക്കെ ആയിട്ടുള്ള പടങ്ങളെല്ലാം, ക്വാളിറ്റി ഇല്ലാത്ത പടങ്ങളെല്ലാം നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ മറ്റേ ഇമേജ്, മറ്റേ ക്വാളിറ്റി ഇല്ലാത്ത ഇമേജ്. ഇത് ഇപ്പം കണ്ടോ, ഇത് നല്ല ക്വാളിറ്റി ആയിട്ട് നോക്കിയിട്ട്. അപ്പം ഇതാണ് അപ്സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്സ്കെയിൽ ഇതാണ് ഇമേജ് അപ്സ്കെയിൽ എന്ന് പറഞ്ഞാൽ അതോടെ തന്നെ വരും. അപ്പം താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.